എടോ, വഴുതനങ്ങയും പൊട്ടറ്റവും തക്കാളിയൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന, കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഇതുവരെയും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതിയാവും. പിന്നെ മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു കറി കൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാൻ ഒരു കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലൊന്ന് അരിഞ്ഞെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടേ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെ നിറം ഒന്ന് മാറി വരണ്ട, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ, വളരെ പെട്ടെന്ന് റെഡിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടേ ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നും വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അവിടെ ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഇനി 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ടേ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിയിരിക്കണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇതുപോലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ കിഴങ്ങ്. ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിടാം. ഇനി അതുപോലെ ഒരു 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ ഈ മസാലയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ ഉരുളക്കിഴങ്ങും ഈ വഴുതനങ്ങയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ റെസിപ്പി. എനിക്ക് പേഴ്സണലി ഈ 2 വെജിറ്റബിളും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ റെസിപ്പി കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടേ ഇതിലേക്ക് ഒരു 1.25 കപ്പോളം വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വെള്ളം പോരാൻ തോന്നിയിട്ട് ഞാനൊരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ച് ഒരു 3 വിസിലൊന്ന് കേൾപ്പിച്ചാൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ഈ കറി സൂപ്പറായിട്ട് സെറ്റ് ആവുമല്ലോ. അപ്പോൾ ഒരു 3 വിസിൽ വരെയും അവിടെ ഇരുന്നങ്ങ് വേവട്ടെ. ഇപ്പോൾ ദാണ്ട ഒരു 3 വിസിലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ പൊട്ടറ്റവും പിന്നെ നമ്മുടെ ആ വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഞാനിതൊന്ന് ഉടച്ച് എടുക്കുന്നുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കുമ്പോഴേ ഒരു പ്രത്യേക രുചിയാട്ടോ ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ടേ. അപ്പം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാനേ ഈ ഫ്ലെയിം വീണ്ടും ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതുപോലെ ഒരു സ്മാഷർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. എന്നാലും ഇടയ്ക്ക് കിഴങ്ങൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നുണ്ടേ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്തപ്പോഴത്തേനും കറിയുടെ ലുക്ക് തന്നെ മാറി, കണ്ടോ, നല്ല തിക്കായിട്ട് മാറി. അപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറിയുടെ റെഡിയായി. അപ്പോഴേ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.